കലഹേക്ഷി ആവാഹന അവിടെ കുറേ കാരണവന്മാർ ഇതൊക്കെ ചുമ്മാ ഓരോരുത്തന്മാരോരോ ചാർത്തെഴുതി വിടുന്നതെന്നൊക്കെ പറഞ്ഞു. കാറ്റങ്ങോട്ട് ചീറി അടിച്ചിട്ട് മുകളിൽ നിന്നൊരു വലിയൊരു പാലമുറ്റത്തൊരു പാലം ഒരു വലിയ കമ്പൊടിഞ്ഞ് ഒടോന്ന് പറഞ്ഞ് ഈ ആസ്പെറ്റോ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഒന്ന് വീണു. ഞാൻ പറഞ്ഞു എനിക്ക് വെളിയിൽ നിൽക്കുന്നവരുടെ കാര്യം നോക്കാൻ പറ്റില്ല, ഈ ഇതിനുള്ളിൽ നിൽക്കുന്നവരുടെ കാര്യം മാത്രമേ പറ്റുള്ളൂ, രക്ഷിക്കാൻ പറ്റുള്ളൂ, നോക്കാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്ന് എന്ത് സംഭവിച്ചാലും എനിക്ക് ഉത്തരവാദിത്തമില്ല. എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇതിന് പൂർണ്ണമായിട്ടും സമാധാനം പറയേണ്ട ആൾ ഞാനാണ്. ആ ബോധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വല്ലാണ്ട് ഭയന്ന് പോയി. അന്ന് ഈ നമ്മൾ വാസിക്കുന്ന ദേവതകളുടെ ഗുണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അന്ന് ഈ ഇങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ പുറപ്പെട്ടത്. ഇതിൻ്റെ എല്ലാം പ്രശ്നം എവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മുടെ ധാതുക്കളിലൊക്കെ ക്ഷയം വരുത്തി വരും. എന്തുകൊണ്ടാണ് ഇതെല്ലാം കൊടുങ്ങല്ലൂരേക്ക് കൊടുത്തുവിടുന്നത്? സുപ്രീം കോടതിയല്ലേ, എല്ലാ കേസും പിടിക്കും. ചേട്ടാ, അങ്ങേ പോലെ അനുഭവമുള്ള ഒരാളെ അടുത്ത് കിട്ടിയിട്ട് ചോദിക്കാതെ പോകുന്നൊരു മോശമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ഉച്ചാടനം അല്ലെങ്കിൽ ആവാഹനം ഇത്തരത്തിലുള്ള ക്രിയകൾക്ക് അങ്ങ് പോകാറുണ്ട്. ഇപ്പോൾ പല കേസുകളും ഇപ്പോൾ ഇവിടെ വിളിക്കുന്ന ആളുകളാണെങ്കിൽ പോയ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ നമുക്കറിയാം മണിച്ചിത്രത്താഴ് സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ചില പ്രേത സിനിമകളൊക്കെ കാണുമ്പം യക്ഷിയെ ആവാഹിക്കണമെന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിൽ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സാധാരണഗതിയിൽ അത്രയും വലിയ കാര്യമായിട്ടുള്ള അനുഭവങ്ങൾ വരാറില്ല. പക്ഷേ ചില സമയത്ത് ഇതുപോലുള്ള ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വർഷം 1.5 വർഷം മുമ്പ് ഒരു അനുഭവം കോട്ടയത്ത് വേളൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഉള്ളൊരു ചെറിയൊരു കുടുംബക്ഷേത്രമൊക്കെ ആയിട്ടൊരു വീട്. അവർ ഈ ഒരു സമുദായമാണ്, പ്രത്യേക ഒരു ശാക്തേയ പൂജകളൊക്കെ ചെയ്യുന്നൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ആയിരുന്നു പാരമ്പര്യമായിട്ട് വെളിച്ചപ്പാടുമാരായിരുന്നു. അങ്ങനെ അപ്പോൾ അവരുടെ ഒരു ചാർത്തുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. കുറേ സാധനങ്ങളൊക്കെ ആവാഹിക്കാനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ക്രിയയൊക്കെ തുടങ്ങി, ആവാഹനക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഭഗവത് സേവ അതൊക്കെ നമ്മൾ തുടങ്ങി. അപ്പോൾ സാധാരണ ഈ പിതൃ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് നമ്മൾ ഭഗവത് സേവ കഴിക്കുന്നത്, സ്പർശനവും കഴിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളും എടുക്കുന്ന മന്ത്രങ്ങളും വ്യത്യാസമുണ്ട്. ഈ ഭഗവത് സേവ തന്നെയാണെങ്കിലും നമ്മൾ ഇടുന്ന തിരി, 5ാമതിടുന്ന തിരിയുടെ ഡയറക്ഷൻ അതിനൊക്കെ മാറ്റം വരുത്തും. സാത്വികമായിട്ടും കഴിക്കാം, കുറച്ച് രാജസമായിട്ടും കഴിക്കാം. ആവാഹിക്കുന്ന മൂർത്തിക്ക് മാറ്റം ഉണ്ട്. ഇപ്പോൾ ഭഗവത് സേവയെങ്കിൽ തന്നെയാണെങ്കിലും ദുർഗയ്ക്ക് പകരം വേറെ ചില മൂർത്തികളെ ആവാഹിച്ചൊക്കെ കഴിക്കും. ഹോമദ്രവ്യങ്ങളിൽ ഈ സാധാരണ കടലാടി അങ്ങനെയുള്ള ദ്രവ്യങ്ങൾക്ക് സാത്വികമായ ദ്രവ്യങ്ങൾക്ക് പകരം ഇവൻ ബുധൻ്റെ ദ്രവ്യങ്ങളാണ് കൂടുതലെടുക്കുക. ബുധൻ്റെ ദ്രവ്യങ്ങൾക്ക് പകരം ശനിയുടെയോ ചൊവ്വയുടെയോ ദ്രവ്യങ്ങൾ കൂട്ടി ചെയ്യാറുണ്ട്. രാജസമായിട്ടും താമസമായിട്ടും രൗദ്രമായിട്ടും ഒക്കെ വരാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ വളരെ സാത്വികമായി ക്രിയ നടക്കുമ്പോൾ 2ാമതൊരു ചാർത്ത് കൊണ്ടുവന്നു. അതിലെഴുതിയിരിക്കുന്ന ഒരു കലഹയക്ഷി ആവാഹിക്കണം. കലഹയക്ഷി. അപ്പം ഞാൻ പറഞ്ഞു ഇത് നേരത്തെ കാണിച്ചില്ലല്ലോ, അല്ല അതിപ്പം പറഞ്ഞാലും മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ളതല്ല നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു ഇത് നമ്മളിതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഇവിടെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ചെയ്തു തരണം. അപ്പം വീണ്ടും ഒന്നും കൂടി ക്രിയ ചെയ്യാനൊന്നും പറ്റില്ല, അന്ന് തീർക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസത്തേക്ക് കൂടി ആക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേറെ പരിപാടികളും ഒക്കെ ഉണ്ട് ആ സമയത്ത്. എന്നിട്ട് ഇതിങ്ങനെ ആവാഹിക്കാൻ തുടങ്ങി. എന്തായാലും ഈ സുദർശനം കുറച്ച് കൂട്ടി ഒക്കെ ചെയ്തു തുടങ്ങി. ഭഗവത് സേവ അങ്ങനെ തന്നെയാണെങ്കിലും കുറച്ച് ഉപയോഗിക്കാവുന്ന കുറച്ച് രൗദ്രമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പുഷ്പാഞ്ജലികളൊക്കെ തുടങ്ങി. വേറൊരു പത്മമിട്ട് നമ്മൾ ഈ മന്ത്രവാദ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ആവശ്യം വരുമ്പം പൂജിക്കുന്ന ഒരു മൂർത്തിയുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം പത്മമിട്ടിട്ട് അവിടെ ഒരു പൂജ നിവേദ്യമൊക്കെ കൊടുത്തു. എന്നാൽ ഇനി ആവാഹിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഈ പട്ടിന് മുകളിൽ മാധ്യമം മീൻസ് എന്ത് പ്രതിമയാണോ അത്
അത് ഒരു അക്ഷരത്തിൻ്റെ ഒരു പീഠത്തിൻ്റെ മുകളിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. വളരെ ഉപചാരപൂർവ്വമാണ്, മൂർത്തിയാണ്. സാധാരണ ഒരു ബാധയോ രക്ഷസൊന്നും അല്ലല്ലോ. ആവാഹിക്കാൻ അങ്ങോട്ട് തുടങ്ങിയതും നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ സിനിമയെ കാണുന്ന പോലെ കാറ്റ് വീശി അടിക്കുകയാണ്. വിളക്ക് കെടുമോ എന്നൊരു ഭയം. ഈ ഭഗവത് സേവയുടെ വിളക്ക് കെട്ടാൽ ഒരു അപകടമുണ്ട്. എല്ലാ പൂജകളുടെയും വിളക്ക് പോലെയല്ല, മറ്റതൊക്കെ കത്തിച്ചാൽ മതി. ഈ ഭഗവതി സേവയുടെ വിളക്കിൽ ആണ് നമ്മൾ ആവാഹിച്ച് പൂജിക്കുന്നത്. ഈ വിളക്ക് കെട്ട് കഴിഞ്ഞത് നിർമ്മാല്യമായി പോകും. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ ഈ സ്വർണത്തിലേക്ക് ആവാഹിച്ച് മാറ്റി, ഈ പത്മവഴക്കം മാറ്റി രണ്ടാമത് വീണ്ടും പത്മമിട്ട് പൂജ തുടങ്ങി ആവാഹനയുടെ സമയമാകുമ്പോൾ സ്വർണത്തിൽ നിന്ന് ആവാഹിച്ചിട്ട് ബാക്കി പൂജ തുടങ്ങും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഭാഷയ്ക്ക്. അത് തണ്ടുലം വിരിച്ച പീഠത്തിലൊക്കെ പൂജിക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ല. വിളക്കിൽ ആവാഹിച്ചൊക്കെ പൂജിക്കുകയാണെങ്കിൽ വിളക്ക് കെടാതെ നോക്കുക തന്നെ വേണം. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെ നിർത്തി വിളക്ക് കെടാതെയൊക്കെ നോക്കി തിരിയുടെ എണ്ണം കൂട്ടിയിട്ടു, വണ്ണം കൂട്ടിയിട്ടു, ആളി കത്താൻ വേണ്ടിയിട്ട്, കെടാതിരിക്കാനായിട്ട്. അപ്പം ഈ കലഹേക്ഷി ആവാഹനം അവിടെ കുറേ കാരണവന്മാർ ഇതൊക്കെ ചുമ്മാ ഓരോരുത്തന്മാരോരോ ചാർത്തെഴുതി വിടുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ വലിച്ച് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. മണ്ഡപത്തിൻ്റെ വെളിയിൽ, പൂജ നടക്കുന്ന മണ്ഡപത്തിൻ്റെ വെളിയിൽ കാറ്റങ്ങോട്ട് ചീറി അടിച്ചിട്ട് മുകളിൽ നിന്നൊരു വലിയൊരു പാലക്കമ്പ്, മുറ്റത്തൊരു ഒരു വലിയ കമ്പൊടിഞ്ഞ് ഒടോന്ന് പറഞ്ഞ് ഈ ആസ്പെറ്റോ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഒന്ന് വീണു. ആ ഒച്ച കേട്ടിട്ട് ഈ വെളിയിൽ നിന്നവന്മാരെല്ലാം ചാടി അകത്ത് കയറി. ഞാൻ പറഞ്ഞു എനിക്ക് വെളിയിൽ നിൽക്കുന്നവരുടെ കാര്യം നോക്കാൻ പറ്റില്ല, ഈ ഇതിനുള്ളിൽ നിൽക്കുന്നവരുടെ കാര്യം മാത്രമേ പറ്റുള്ളൂ, രക്ഷിക്കാൻ പറ്റുള്ളൂ, നോക്കാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്ന് എന്ത് സംഭവിച്ചാലും എനിക്ക് ഉത്തരവാദിത്തമില്ല. ഉടനെ ചാടിയല്ല ഒരു ഭാഗത്ത് കയറി. പിന്നെ ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂറോളം ഹോമമായിട്ടും പുഷ്പാഞ്ജലിയായിട്ടും ഒക്കെ ഇരുന്ന് ആവാഹിച്ചു. സാന്നിധ്യമായി. ഒഴിവ് നോക്കും സാന്നിധ്യമില്ല, ഒഴിവ് നോക്കും സാന്നിധ്യമില്ല. 5-8 പ്രാവശ്യം ആയപ്പം കിട്ടി. പിന്നെ അത് കൊടുങ്ങല്ലൂർക്ക് സമർപ്പിക്കണം. അങ്ങനെ ആ കണ്ടീഷനിലാണ് ആവാഹിക്കുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂർക്ക് ആവാഹിച്ച് മാറ്റി. ഈ എൻ്റെ ഓർമ്മയിൽ ഈ കാറ്റടിച്ച ഭീകരമായിട്ട് ഇതുപോലെ നമ്മളെ അതായത് ഭയപ്പെടുന്ന രീതിയിൽ ഒരു അനുഭവം ഉണ്ടായത് ഈ അതായിരുന്നു. അതിനു മുമ്പൊക്കെ ഉണ്ട്, ചെറിയ വളരെ ലൈറ്റായിട്ടൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്തരീക്ഷം മാറിയതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭയന്നു പോയത് വേറൊരു സ്ഥലത്ത് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ നിൽക്കുന്ന 10-40 പേര് ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എൻ്റെ കൂടെ സഹായത്തിന് വന്ന പരികർമ്മി, ദേഹണ്ണത്തിനുള്ള ആൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുഴുവൻ സംരക്ഷണ ഉത്തരവാദിത്തം എനിക്കാണ്. എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇതിന് പൂർണ്ണമായിട്ടും സമാധാനം പറയേണ്ട ആൾ ഞാനാണ്. അപ്പം ആ ബോധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വല്ലാണ്ട് ഭയന്നു പോയി. അന്ന് ഈ നമ്മൾ വാസിക്കുന്ന ദേവതകളുടെ ഗുണം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അന്ന് ഈ ഇങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ പുറപ്പെട്ടത്. അല്ലെങ്കിൽ അത് കഴിക്കേണ്ട രീതി അങ്ങനെ ആയിരുന്നില്ല. വേറെ രീതി ചെയ്താൽ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. ഇത് അതിന് പകരം നമ്മൾ എന്താ പറയുന്നത്, ടെസ്റ്റർ കൊണ്ട് 11 kV കറണ്ട് നോക്കാൻ പോയ പോലെ ആയി. ഇതിൻ്റെ എല്ലാം പ്രശ്നം എവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മുടെ ധാതുക്കളിലൊക്കെ ക്ഷയം വരുത്തുവർ. ഇപ്പം കാൽസ്യത്തിലോ നമ്മുടെ മഗ്നീഷ്യത്തിലോ, കാൽസ്യമൊക്കെ ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ടിന് തേയ്മാനം, അസ്ഥിക്ക് തേയ്മാനം, പല്ല് പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുത്താൻ ഇവർക്ക് സാധിക്കും ഈ മൂർത്തിക്ക്. എന്തായാലും ഗുരുത്വത്തിനൊന്നും സംഭവിച്ചില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അനുഭവം 1.5 വർഷം മുമ്പ് ഉണ്ടായ അനുഭവം. ബാക്കിയൊന്നും അത്ര അങ്ങനെ പ്രശ്നം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, പിന്നീട് എങ്ങനെയാണ് ഈ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോകുന്നത്? അത് ബന്ധിക്കും നമ്മളവിടെ, അവനെ ആവാഹിച്ചപ്പോഴേ ബന്ധിക്കും. ഒരു മാധ്യമത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കൈകാര്യം ചെയ്യാം. എന്തുകൊണ്ടാണ് ഇതെല്ലാം കൊടുങ്ങല്ലൂരേക്ക് കൊടുത്തു വിടുന്നത്? എല്ലാം സുപ്രീം കോടതിയല്ലേ, എല്ലാ കേസും പിടിക്കും. എളുപ്പമുണ്ട്. ലയിക്കുമെന്ന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ലയിച്ചോളും. എല്ലാത്തിൻ്റെയും ഈ ഭൂതപ്രേത പിശാച മാതൃസഹിതം എന്നല്ലേ ഭഗവതിയെ പറയുന്നു. പരാശക്തിയല്ലേ, അവിടെ അല്ലാതെ വേറെ എവിടെ കൊണ്ട് കൊടുക്കും? ആരാണെങ്കിലും അവിടെ ലയിച്ചോളും. ഏത് 3 വർഗത്തിൽപ്പെട്ടതും അവിടെ പറ്റും. ചില സ്ഥലങ്ങളിൽ ഈ 3 വർഗവും ഒരുമിച്ചെടുക്കാം. ഇപ്പോൾ ചോറ്റാനിക്കര ഭഗവതി ഈ 3 വർഗത്തിൽപ്പെട്ടതും പറ്റും. ഏറ്റുമാനൂരപ്പൻ 3 വർഗത്തിൽപ്പെട്ടതും പറ്റും.
പിന്നെ അങ്ങനെ അധികം അങ്ങനെ കണ്ടിട്ടില്ല. 3 വർഗത്തിൽപ്പെട്ട സാധനങ്ങളെയും സമർപ്പിക്കാൻ പറ്റും. ഭൂത പ്രേത പിശാച വർഗങ്ങൾ പ്രത്യേകമായിട്ട് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ ചിലയിടത്ത് അത് സാധിക്കും. ആ മൂർത്തിയുടെ ഒരു ബലം. ഇതൊരു യക്ഷി ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ അത് മൂർത്തി ഭാഗത്തിൽ തന്നെ ആയതുകൊണ്ടാണോ ഇത്രയും മൂർത്തിയാണത്? ശരിക്കും ഒരു മൂർത്തിയാണത്. അതിന് വെറുതെ ഒരു ഡൂപ്ലിയായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. വിളക്ക് കത്തിച്ച് പൂജ നൽകി ആ ഉപചാരപൂർവ്വം തന്നെ ആവാച്ചാലേ വരത്തുള്ളൂ. ഇത് അവിടെ നേരത്തെ ആരെങ്കിലും കൊണ്ടുവന്ന് അവരുടെ കുടുംബത്തിലുള്ളവർ പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി ആ മൂർത്തിയെ വിളിച്ചു വരുത്തി സേവിച്ചിരുന്നതാണ്. പിന്നീട് അതിൻ്റെ അനുഷ്ഠാനം വിട്ടുപോയി, ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ അതേ മൂർത്തി തന്നെ ഇവർക്ക് ഉപദ്രവമായി മാറിയതാണ്. ആ ചാർത്ത് തന്നെ ആ ആദ്യം ക്രിയ നിശ്ചയിച്ചിരുന്ന തന്നെയല്ല, ആദ്യം അവിടെ തന്നെ ഉള്ള മറ്റാരുമാണ് ക്രിയ നിശ്ചയിച്ചത്. ഈ രണ്ടാമത്തെ ചാർത്ത് കണ്ടപ്പോഴാണ് ആ കക്ഷി ക്രിയ കഴിക്കാതെ പോയത്. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് വരുമ്പോൾ ഇവർ ആ രണ്ടാമത്തെ ചാർത്ത് കാണിച്ചില്ല. ഞാൻ ക്രിയ ഏറ്റ് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ ചാർത്ത് കാണിക്കുന്നത്. പിന്നെ അവരുടെ അവസ്ഥയും വീട്ടുകാരെ അവരൊരുപാട് ധനം ചിലവാക്കിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് വീണ്ടും ഒന്നും കൂടി ചെയ്യാനുള്ളൊരു ശേഷിയില്ല. പിന്നെ നമ്മളാൽ കഴിയുന്നതാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി അന്ന് ഇരുന്ന് കൊടുത്താണ്. എന്ന് പറഞ്ഞ് വരുന്നതെല്ലാം നമ്മൾ പിടിച്ചോളാം എവിടെയും വാക്കൊന്നും കൊടുത്തില്ല. അന്നത്തെ സാഹചര്യം, പിന്നെ വന്ന് പറഞ്ഞ ആൾ നമ്മളോട് പറയുന്ന രീതി, റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങി പുറപ്പെടുന്നത്. അപകടമാണെന്ന് അറിയാഞ്ഞിട്ടല്ല, അപകടമാണെങ്കിലും ചെയ്തു കൊടുക്കാം എന്ന് കരുതി ചെയ്യുന്നതാണ്.